എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീലങ്കയ്ക്ക് എതിരായ ആദ്യ T20യിൽ ഇന്ത്യക്ക് ലോക റെക്കോർഡ് വിജയം. ഇന്ത്യ ഉയർത്തിയ 214 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്കയ്ക്ക് 170 റൺസ് എടുക്കാൻ മാത്രമേ ആയുള്ളൂ. ഇന്ത്യ 43 റൺസിന്റെ ജയം നേടി. ശ്രീലങ്കയ്ക്കും ഓപ്പണർമാർ മികച്ച തുടക്കമാണ് നൽകിയത്. നിസംഗയും കുശാൽ മെൻഡിസും ചേർന്ന് 8.4 ഓവറിൽ 84-1 എന്ന മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് നൽകി. നിസാങ്ക 48 പന്തിൽ നിന്ന് 79 റൺസ് എടുത്തു. 7 4ഉം 4 6ഉം നിസാങ്ക അടിച്ചു. കുശാൽ മെൻഡിസ് 27 പന്തിൽ നിന്ന് 45 റൺസും എടുത്തു. ഇവർ രണ്ടുപേരും അല്ലാതെ വേറെ ആരും ശ്രീലങ്കയ്ക്ക് ആയി തിളങ്ങിയില്ല. ഇന്ത്യക്ക് ആയി പരാഗ് 3 വിക്കറ്റും, അക്സർ പട്ടേൽ, അർഷ്ദീപ് എന്നിവർ 2 വിക്കറ്റ് വീതവും, ബിഷ്ണോയ്, സിറാജ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ മികവിൽ 20 ഓവറിൽ 213 റൺസ് നേടിയിരുന്നു. യശസ്വി ജയ്സ്വാളും ഗില്ലും ചേർന്ന് ഇന്ത്യക്ക് നല്ല തുടക്കമാണ് നൽകിയത്. എന്നാൽ പവർ പ്ലേക്ക് ശേഷം ഇരുവരും പുറത്തായത് ഇന്ത്യയുടെ സ്കോറിംഗ് വേഗത കുറച്ചു. ജയ്സ്വാൾ 21 പന്തിൽ 40 റൺസും ഗിൽ 16 പന്തിൽ 34 റൺസും എടുത്തു. പിന്നീട് സൂര്യകുമാർ യാദവാണ് ആക്രമണ ചുമതല ഏറ്റെടുത്തത്. 26 പന്തിൽ നിന്ന് 58 റൺസ് ക്യാപ്റ്റൻ എടുത്തു. 2 6ഉം 8 4ഉം സൂര്യകുമാർ ഇന്ന് അടിച്ചുകൂട്ടി. മറുവശത്ത് പന്ത് തുടക്കത്തിൽ വേഗത്തിൽ സ്കോർ ചെയ്യാൻ പാടുപെട്ടു എങ്കിലും അവസാനം റൺ കണ്ടെത്തി. പന്ത് ആകെ 34 പന്തിൽ നിന്ന് 49 റൺസ് ആണ് എടുത്തത്. ശ്രീലങ്കയ്ക്കായി പതിരാണ് 4 വിക്കറ്റും മധുശങ്ക, ഹസരംഗ്, ഫെർണാണ്ടോ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. അങ്ങനെ ക്യാപ്റ്റൻ സൂര്യയും കോച്ച് ഗംഭീറും തങ്ങളുടെ വരവ് അറിയിച്ചിരിക്കുകയാണ്. ശ്രീലങ്ക ഇന്ത്യയെ ഒന്ന് ഭയപ്പെടുത്തി എങ്കിലും അവസാനം ഇന്ത്യൻ താരങ്ങൾ കളി തിരിച്ചുപിടിക്കുകയായിരുന്നു. നാളെയാണ് അടുത്ത T20 മത്സരം. അതും ജയിച്ച് പരമ്പര സ്വന്തമാക്കാൻ ആയിരിക്കും ടീം ഇന്ത്യയുടെ പദ്ധതി. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.